അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവ് എത്തിയിട്ടോ. ഈ കാണുന്ന പുഴയിൽ നിന്ന് കാല് കഴുകിയിട്ടാട്ടോ നമ്മൾ അമ്പലത്തിൽ കയറുന്നത്. നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 12:30 ആയിട്ടോ സമയം. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ അമ്പലത്തിൽ വരുന്നത്. ഏട്ടൻ്റെ അമ്മ ഭയങ്കര ഈശ്വരഭക്തയാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം അമ്മ എപ്പോഴും പറയായിരുന്നു ഇവിടെ വന്ന് തൊഴാൻ വേണ്ടിയിട്ട്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ നീട്ടി ഇപ്പോൾ ലാസ്റ്റ് ഇതാ ഞങ്ങൾ 3 പേരും കൂടെ വരാനാണ് ഭാഗ്യം ഉണ്ടായത്. ഇതാട്ടോ നമ്മൾ നേരത്തെ കണ്ട പുഴ. ഇവിടുന്ന് നമ്മൾ കാല് കഴുകിയിട്ടാണ് തൊഴാൻ വേണ്ടിയിട്ട് കയറുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ടോക്കൺ എടുത്തു കേട്ടോ. ചോറൂണിന് നമുക്ക് കിട്ടിയ നമ്പർ 283 ആയിരുന്നു. അപ്പം തന്നെ മനസ്സിലായില്ല എന്തോരം തിരക്കായിരുന്നു എന്ന്. ഒരുപാട് പേർക്ക് അന്ന് ചോറൂണുണ്ടായിരുന്നു. നമ്മൾ എത്തിയപ്പോഴത്തേക്കും 210ാമത്തെ നമ്പറായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയും നമുക്കൊരു 70 പേരുടെ ചോറൂണ് കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ മോൻ്റെ ചോറൂണ്. അതുവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ പോയി തൊഴുതിറങ്ങി കേട്ടോ. എന്നിട്ട് അവിടുത്തെ മെയിനായിട്ടുള്ള പ്രസാദമാണ് ചായയും ഈ വൻപയർ പുഴുങ്ങിയത്. അതൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ നിൽക്കുമായിരുന്നു. നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടുമായിരുന്നു. മോന് ചൂടെടുത്തപ്പോഴേ ആൾ ഒരുമാതിരിയായി, ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ നമ്മൾ കളിപ്പാട്ടൊക്കെ വാങ്ങിച്ച് ആളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി. അങ്ങനെ കാത്തിരുന്ന് ലാസ്റ്റ് നമ്മുടെ നമ്പർ എത്തി. മോൻ ആദ്യം ഒന്ന് കരഞ്ഞെങ്കിലും വായിൽ പായസം വെച്ച് കൊടുത്തപ്പോൾ ഓക്കെ ആയി. വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചോറൂണൊക്കെ കൊടുത്തു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് മോൻ വീണ്ടും ഭയങ്കര കരച്ചിലായി. ഓക്കെ ആക്കാൻ നോക്കിയിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. ഒരു 2:30 ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടുന്ന് ഇറങ്ങി. ആൾക്ക് വിശന്നിട്ടായിരുന്നു. പിന്നെ ഞാൻ കുറുക്ക് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറുക്ക് കൊടുത്തപ്പോഴത്തേക്ക് ആൾ ഓക്കെ ആയി. പിന്നെ നമ്മളും കയറി ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ പോയത് അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്കാണ്, പയ്യന്നൂർ. അപ്പോൾ അവിടെയായിരുന്നു കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തത്.